സുഹൃത്തുക്കളെ, ഞാൻ പച്ചക്ക് പറയും വിനായകൻ. കുറേ കാലമായി ഒന്ന് പച്ചക്ക് പറഞ്ഞിട്ട്, പക്ഷെ ഇപ്പോഴെങ്കിലും ഒന്ന് പച്ചക്ക് പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമല്ലേ. അതായത് നമ്മുടെ ഇപ്പോൾ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വല്യമ്മച്ചി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ വല്യമ്മച്ചി ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മലയാളത്തിലെ മഹാനടനായ മമ്മൂക്ക സുഡാപ്പിയാണ്, മുസ്ലിം ജിഹാദിയാണ്, മറ്റേതാണ് മറിച്ചതാണ്. അവളെ വല്യമ്പ്രാൻ കൊടുത്തേക്കുന്ന മെസ്സേജാണ്. എവിടെ പ്രൂഫ്? ഇതാണ് ആ രേഖ. ഒന്നുമില്ല. ഇവൾക്ക് ഒന്ന് പബ്ലിസിറ്റിയാണ്, ഒന്ന് ആൾക്കാരുടെ ഒന്ന് പബ്ലിസിറ്റി ആക്കിയിട്ട് ഒന്ന് പേരെടുക്കണം. അത് കണ്ടില്ല, ഒരു തലക്കൊളിവില്ലാത്ത ഒരുത്തൻ ഹാപ്പിലി പെട്ടൻ ഹു എന്നെല്ലാം പറഞ്ഞ് ചാടി കയറിയിട്ട് അവരിപ്പോൾ പബ്ലിസിറ്റി ആയില്ല. അതേപോലെ ഈ വല്യമ്മച്ചിക്ക്, ഈ തള്ളച്ചിക്ക് ഒന്ന് പേരെടുത്തിട്ടു. അതിനുവേണ്ടി പുള്ളിക്കാരി ഒരു പേജ് തുടങ്ങി. ആ പേജിലൂടെ മുസ്ലിം വിദ്വേഷപരമായിട്ടുള്ള അതിന് കയറി പിടിക്കാൻ പറ്റുന്ന നമ്പർ 1 ഐറ്റം നമ്മുടെ മമ്മൂക്കയാണ്. പുള്ളിക്കാരൻ ഇത്രയും അടുത്തായിട്ട് പുള്ളിക്കാരൻ പടങ്ങളൊക്കെ ഇങ്ങനെ വിജയിച്ചു കൊടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡോ പട്ടക്കങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞൊന്ന് വിവാദം ഇറങ്ങണ്ടേ. അപ്പോൾ അതിന് പുറകിലോ ഊരും പേരും ഇല്ലാത്ത കുറേ ഫേക്കുകൾ, ഹിന്ദുക്കൾ എന്ന് ഞാൻ പറയില്ല, കുറേ മങ്കികൾ, അവന്മാർ കുറേ ഫേക്ക് അക്കൗണ്ടിൽ ഇറങ്ങിയിട്ട് മമ്മൂക്കയുടെ കുറേ ഫോട്ടോ മോർഫ് ചെയ്ത ഫോട്ടോയും അത് ഇതെടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ടാക്കുക. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി വീണ്ടും നമ്മൾ ഫൈറ്റ്, നമ്മളെ ഒറിജിനൽ പോലും വന്ന് ഫൈറ്റ് ചെയ്യുക. അപ്പം നല്ല പബ്ലിസിറ്റി ആയിട്ടാണ് ഇറങ്ങി. ഇപ്പം നല്ല സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ മുഴുവൻ ഇതേ ഉള്ളൂ. എന്തായി? പുള്ളിക്കാരി ഉദ്ദേശിച്ച സംഭവം നടന്നു. ഇതാണ് പുള്ളിക്കാരിക്ക് വേണ്ടത്. ഞാൻ പബ്ലിസിറ്റി ആയേ എന്തെങ്കിലും പറഞ്ഞു, അതായത് ഇമാതിരി ഐറ്റംസ് ഒക്കെ വർഗീയപരമായിട്ട് ചിന്തിച്ചിട്ട് കേരളത്തിൽ, ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ വർഗീയപരമായിട്ട് ചിന്തിച്ച് നടക്കുന്ന ഇമാതിരി വല്യമ്മച്ചിനൊക്കെ എവിടെ നിന്നാണ് ഇതെല്ലാം ഒരു തറവാട്ട് പറഞ്ഞ തന്നെയാണ്, ഒരു കുടുംബത്തിൽ പറഞ്ഞ തന്നെയാണ് ഇതൊക്കെ. എവിടെ നിന്നാണ് ഈ ഐറ്റമൊക്കെ ഇറങ്ങി വരുന്നത് എനിക്കറിയില്ല. പണ്ട് സിന്ദൂരപ്പൊട്ടമ്മ വല്യമ്മ എന്നെല്ലാം പറഞ്ഞിട്ട് ജാതിപരമായിട്ട് കുറേ ഓടിയാണ്. ഇങ്ങനത്തെ ഇന്നത്തെ, അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള ഇത് കണ്ടപ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞു പോയിട്ടാ. അപ്പം നമ്മളിത്രേ പറയുള്ളൂ. ഞാനൊരു പക്ക ഹിന്ദുവാണ്. നമ്മൾ മമ്മൂക്ക ഫാൻസ് ഒന്നാണ്. നമുക്ക് ജാതിയില്ല, മതമില്ല, ജിഹാദിയില്ല, ഒരു ഒലക്കട മൂടുമില്ല. നമ്മളെ അഭിമാനമാണ് മമ്മൂക്ക. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് മമ്മൂക്ക. ആ മമ്മൂക്ക വിട്ടിട്ടുള്ള ഒരു കളിയില്ല. മരിക്കുന്നവരെ വിനോദ് വിനായക് അങ്ങനെ തന്നെ ആയിരിക്കും, ആ കൂടെ തന്നെ ഉണ്ടായി. പിന്നെ നിങ്ങളെ പോസ്റ്റിൽ അടി കിടന്നിട്ട് ഞാൻ കുറേ കിടന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നോട് തിരിച്ച് ഫൈറ്റ് ചെയ്തല്ലോ ഒറ്റ എണ്ണോ തറവാട്ട് പറഞ്ഞില്ല. ഒരൊറ്റ തന്തക്ക് ഉണ്ടായമാരുമല്ല, എല്ലാം ഏതോ ഫേക്കുകൾ, പല തന്തക്ക് ഉണ്ടായമാർ ഫേക്കുകൾ അതും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വർഗീയപരം ജാതീയപരമായിട്ട് ഇങ്ങനെ ഉണച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ചൊറിയാൻ വന്നിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ടാണ്, മമ്മൂക്കയാണ് ചൊറിയാൻ വന്നത്. ആരെ ചൊറിയാൻ വന്നത്? മമ്മൂക്ക. നീ എവിടെ കിടക്കുന്നതോ വലിയ മച്ചി, മമ്മൂക്ക എവിടെ കിടക്കുന്നത്? ഉളുപ്പ് വേണം നിനക്കൊക്കെ. നിനക്ക് പറ്റുമെങ്കിൽ പേജും പൊട്ടിക്കെട്ടി പോയി, അല്ല പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പബ്ലിസിറ്റി ഉണ്ടാക്കുക. ഇമാതിരി ഐറ്റംസ് ഒന്നും ഇറങ്ങില്ല വലിയ മച്ചി. ഒന്ന് പോയി തരത്ത് കളിയടേ വലിയ മച്ചി. മമ്മൂക്കയാണ് മലയാളികളുടെ, ഇന്ത്യയുടെ അഭിമാനം.